ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്റർ ഇന്ത്യയിലെ പ്രശസ്ത ഹിന്ദി സിനിമാ സംവിധായകൻ രാം ഗോപാൽ വർമ്മ രണ്ട് നടന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത് അമിതാഭ് ബച്ചൻ സിനിമകൾ റീമേക്ക് ചെയ്തതാണ് രജനികാന്തും ചിരഞ്ജീവിയും സൂപ്പർ സ്റ്റാറുകൾ ആയത്. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ പല സിനിമകൾ റീമേക്ക് ചെയ്തിട്ടാണ് സൗത്ത് ഇന്ത്യൻ നടന്മാരായിട്ടുള്ള ചിരഞ്ജീവിയും രജനികാന്തും ഒക്കെ സൂപ്പർ സ്റ്റാറുകളായെന്നാണ് രാം ഗോപാൽ വർമ്മ സാറ് പറയുന്നത്. പക്ഷേ ചിരഞ്ജീവിയും രജനികാന്തിനെയൊക്കെ ഉള്ള പ്രത്യേകത അവർക്ക് അവരുടേതായിട്ടുള്ള അഭിനയത്തിൻ്റെ സ്റ്റൈലുണ്ട്. അമിതാഭ് ബച്ചൻ ഇല്ലാത്ത സ്റ്റൈലാണ് അവർക്കുള്ളത്. ഇന്ത്യയിലുള്ള എല്ലാ സിനിമകളും അവിടുന്ന് ഇവിടുന്നൊക്കെ കടമെടുത്തതും മോഷ്ടിച്ചതും ഒക്കെയാണ്. വെള്ളക്കാരുടെ സിനിമയ്ക്കകത്തുള്ള പല സംഭവങ്ങൾ അതേപടി തന്നെ ഇന്ത്യൻ സിനിമകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സിനിമകൾ പൂർണ്ണമായിട്ടും 100% ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പല ഭാഷക്കാരായിട്ടുള്ള ആളുകൾ, പല സിനിമാ വ്യവസായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൻറ്റ് മോഷ്ടിക്കുന്നൊരു പ്രവണതയുണ്ട്. പക്ഷേ കണ്ടൻറ്റ് മോഷ്ടിച്ചാലും അത് അഭിനയിച്ച് പ്രതിഫലിക്കുക എന്നുള്ളത് നടന്മാരുടെ കടമയാണ്. ചിരഞ്ജീവിയും രജനികാന്തൊന്നും സാധാരണ നടന്മാരല്ല, കോടികൾ ശമ്പളം വാങ്ങുന്ന നടന്മാരാണ്. അവരുടെ അഭിനയം അടിപൊളി അഭിനയമാണ്, ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. അതുകൊണ്ട് അത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് ആ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത് ആ നടന്മാരുടെ കടമയാണ്. എന്നാൽ മാത്രമേ അവർക്ക് ആ സിനിമാ വ്യവസായത്തെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് കണ്ടൻറ്റ് ഹിന്ദിയിൽ നിന്ന് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലുള്ള സിനിമകളുടെ കണ്ടൻറ്റും ഹിന്ദിയിലേക്ക് കടമെടുക്കാറുണ്ട്, മോഷ്ടിക്കാറുണ്ട്. അതൊന്നും സിനിമയിൽ വലിയ പാപമൊന്നും. എങ്ങനെയാണോ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നത് അതിലാണ് കാര്യമിരിക്കുന്നത്.